നമസ്കാരം, അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ AAY അഥവാ മന്ന റേഷൻ കാർഡ് കൈവശമുള്ള കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സൗജന്യ ധാന്യ വിതരണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാവുന്നത്. നിലവിൽ ഒരു മഞ്ഞ റേഷൻ കാർഡിന് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായാലും 35 കിലോ ധാന്യമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇനി ആ സംവിധാനം അവസാനിപ്പിച്ച് ഓരോ അംഗത്തിനും 7 കിലോ വീതം നൽകുന്ന പുതിയ രീതിയിലേക്ക് മാറാനാണ് കേന്ദ്ര സർക്കാർ കരട് ഭേദഗതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി ഈ സൗജന്യ ധാന്യത്തെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളുടെ ഭക്ഷ്യസുരക്ഷയെ ഈ മാറ്റം ബാധിക്കുമോ അല്ലെങ്കിൽ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം എന്താണ് നിലവിലെ സംവിധാനം, എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത് മാറ്റാൻ തീരുമാനിച്ചത്, പുതിയ സംവിധാനം വന്നാൽ ആർക്കൊക്കെ നേട്ടം ലഭിക്കും, അതുപോലെ തന്നെ ആർക്കാണ് നഷ്ടം, കേരളത്തിൽ എത്രത്തോളം ആൾക്കാരെ ഇത് ബാധിക്കും, ഇനി റേഷൻ കാർഡുകൾ എന്താണ് ചെയ്യേണ്ടത്. ഇതിനാൽ ഈ വീഡിയോ ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പലർക്കുമുള്ളൊരു സംശയം നമുക്ക് വ്യക്തമാക്കാം. മഞ്ഞ റേഷൻ കാർഡ് എന്ന് പറയുന്നത് സാധാരണ റേഷൻ കാർഡ് അല്ല എന്നുള്ളതാണ്. ഇത് അന്ത്യോദയ അന്ന യോജന, ചുരുക്കത്തിൽ പറഞ്ഞാൽ AAY എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ദൈനംദിന വരുമാനം വളരെ കുറവുള്ളവർ, തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ, വൃദ്ധർ, ഭിന്നശേഷിക്കാർ, ആദിവാസി കുടുംബങ്ങൾ, അഗതി കുടുംബങ്ങൾ, വിധവകൾ, നിരാലംബർ, സാമ്പത്തികമായി അതീവ പിന്നോക്കം നിൽക്കുന്നവർ എന്നിവരാണ് സാധാരണ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതിനാൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ധാന്യം ഒരു ആനുകൂല്യം മാത്രമല്ല, അവരുടെ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. പല വീടുകളും മാസാവസാനം വരെ ഭക്ഷണം എത്തിക്കുന്നത് ഈ റേഷൻ ധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ വരുന്ന ഏത് മാറ്റവും വളരെ ഗൗരവത്തോടെയാണ് ജനങ്ങൾ കാണുന്നത്. ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കുന്ന രീതി വളരെ ലളിതമാണ്. ഒരു മഞ്ഞ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ രണ്ട് അംഗങ്ങളാണെങ്കിലും 3 അംഗങ്ങളാണെങ്കിലും 4 അംഗങ്ങളാണെങ്കിലും 5 അംഗങ്ങളാണെങ്കിലും 8 അംഗങ്ങളാണെങ്കിലും കുടുംബത്തിന് ലഭിക്കുന്നത് 35 കിലോ ധാന്യമാണ്. അതായത് അംഗങ്ങളുടെ എണ്ണം കണക്കാക്കാതെ തന്നെ ഒരേ അളവാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇത് വർഷങ്ങളായി തുടരുന്ന രീതിയാണ്. പല കുടുംബങ്ങളും അവരുടെ മാസ ബഡ്ജറ്റ് ഇതനുസരിച്ച് തയ്യാറാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വയോധിക ദമ്പതികൾക്ക് മാത്രം താമസിക്കുന്ന വീട്ടിൽ 2 അംഗങ്ങളാണ് ഉള്ളത്, അവർക്ക് 35 കിലോ ലഭിക്കുന്നു. മറ്റൊരു വീട്ടിൽ 5 അംഗങ്ങളാണുള്ളത്, അവർക്ക് 35 കിലോ ആണ് ലഭിക്കുന്നത്. മറ്റൊരു വീട്ടിൽ 8 അംഗങ്ങളാണെങ്കിലും അവർക്ക് 35 തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അസമത്വം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മാറ്റം ആലോചിക്കുന്നത് നോക്കാം. കേന്ദ്ര സർക്കാർ പറയുന്ന പ്രധാന കാരണം തുല്യത എന്നതാണ്. അതായത് ഈക്വാലിറ്റി. അവരുടെ അഭിപ്രായത്തിൽ 2 അംഗങ്ങളുള്ള കുടുംബവും 8 അംഗങ്ങളുള്ള കുടുംബവും ഒരേ അളവിൽ ധാന്യം വാങ്ങുന്നത് നീതിയല്ല. കാരണം കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിന് ആവശ്യം കൂടുതലാണ്, അതേസമയം കുറച്ച് അംഗങ്ങളുള്ള കുടുംബത്തിന് ആവശ്യത്തെക്കാൾ കൂടുതലായി ധാന്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ രീതിയിൽ ആനുകൂല്യം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ആളോഹരി വിതരണ രീതി കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. പുതിയ സംവിധാനം എന്തായിരിക്കും? ഇത് ഇനി നിർദ്ദേശിച്ചിരിക്കുന്ന കരട് ഭേദഗതി പ്രകാരം ഓരോ അംഗത്തിനും 7 കിലോ വീതം ധാന്യമാണ് ലഭിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു വീട്ടിൽ 2 അംഗങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ 35 കിലോ കിട്ടുന്നുണ്ട്. പുതിയ സംവിധാനം വന്നാൽ 14 കിലോ മാത്രം ലഭിക്കും. അതായത് 21 കിലോ കുറയും. 3 അംഗങ്ങളുള്ള കുടുംബത്തിന് 21 കിലോ അരി ലഭിക്കും. നിലവിലുള്ളതിനേക്കാൾ 14 കിലോ കുറയും. 4 അംഗങ്ങളുള്ള കുടുംബത്തിന് 28 കിലോ ലഭിക്കും. 7 കിലോ കുറയും. 5 അംഗങ്ങളുള്ള കുടുംബത്തിന് 35 കിലോ തന്നെയായിരിക്കും. 6 അംഗങ്ങളുള്ള കുടുംബത്തിന് 42 കിലോ ലഭിക്കും. 7 അംഗങ്ങളാണെങ്കിൽ 49 കിലോ, 8 അംഗങ്ങളാണെങ്കിൽ 56 കിലോ. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് വലിയ കുടുംബങ്ങൾക്ക് കൂടുതൽ ലഭിക്കുകയും ചെറിയ കുടുംബങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ലഭിക്കുകയും ചെയ്യുന്നതാണ് നീതി എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇവിടെയാണ് കേരളത്തിന്റെ ആശങ്ക ആരംഭിക്കുന്നത്.
കേരളത്തിലെ മഞ്ഞ റേഷൻ കാർഡ് കൈവശമുള്ള നിരവധി കുടുംബങ്ങളിൽ 2, 3, 4 അംഗങ്ങൾ മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് വയോധിക ദമ്പതികൾ, അതുപോലെ വിധവകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ചെറിയ കുടുംബങ്ങൾ എന്നിവരാണ് കൂടുതലും. ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ 35 കിലോ അരി കുറയുകയാണെങ്കിൽ അവരുടെ മാസച്ചെലവിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം ആദിവാസി മേഖലകളിലും പ്രത്യേക സാഹചര്യമുള്ള കുടുംബങ്ങളിലും ഈ മാറ്റം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭക്ഷ്യധാന്യ വിതരണ സംവിധാനം രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. വർഷങ്ങളായി പൊതുവിതരണ സംവിധാനത്തിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് സർക്കാർ നൽകുന്ന ധാന്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ഞ റേഷൻ കാർഡ് കൈവശമുള്ള കുടുംബത്തിൽ ഭൂരിഭാഗവും അതീവ ദരിദ്ര വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. ഈ കുടുംബങ്ങളിൽ പലർക്കും സ്ഥിര വരുമാനമില്ല. ചിലർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഏക ആശ്രയം. ചിലർ ദിവസേന തൊഴിലാളികളാണ്. ചില കുടുംബങ്ങളിൽ വയോധികരായ ദമ്പതികൾ മാത്രമാണുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന 35 കിലോ ധാന്യത്തിൽ കുറവ് വന്നാൽ അത് അവരുടെ മാസ ബജറ്റിനെ നേരിട്ട് ബാധിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. കേരള സർക്കാർ പുറത്തുവിട്ട പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം ഈ ഭേദഗതി നടപ്പിലായാൽ സംസ്ഥാനത്തെ ഏകദേശം 5.94 ലക്ഷം AAY കുടുംബങ്ങളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യ എന്ന് നോക്കാം. കാരണം കേരളത്തിലെ നിരവധി മഞ്ഞ റേഷൻ കാർഡുകളിൽ 1, 2, 4 അംഗങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഉദാഹരണം 1, അതായത് ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും മാത്രം. ഇപ്പോൾ അവർക്ക് 35 കിലോ ധാന്യം ലഭിക്കുന്നു. പുതിയ സംവിധാനം വന്നാൽ 14 കിലോ മാത്രം ലഭിക്കുക, അതായത് മാസത്തിൽ 21 കിലോ. ഇങ്ങനെ ചെറിയ കുടുംബങ്ങൾ കൂടുതൽ സംസ്ഥാനമായതിനാലാണ് കേരളം കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതായത് ഒരു കുടുംബത്തിൽ 3 അംഗങ്ങൾ ഉണ്ടെങ്കിൽ നിലവിൽ 35 കിലോ ആണ്, അത് 21 കിലോ ആയി കുറയും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രാഥമിക വിലയിരുത്തലുകളിൽ ചില ജില്ലകളിൽ പ്രത്യാഘാതം കൂടുതൽ ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ പ്രധാനമായും പറയപ്പെടുന്ന ജില്ല തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, പാലക്കാട്, ഇടുക്കി. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലും അതുപോലെ തന്നെ മലനിരകളുള്ള പ്രദേശങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഇവിടങ്ങളിലെ പല കുടുംബങ്ങളും സർക്കാർ റേഷൻ തന്നെയാണ് പ്രധാന ഭക്ഷ്യസുരക്ഷയായി ആശ്രയിക്കുന്നത്. കേരളത്തിലെ ആദിവാസി കുടുംബങ്ങളിൽ പലർക്കും കൃഷിയിൽ നിന്നോ സ്ഥിരമായ തൊഴിലിൽ നിന്നോ ലഭിക്കുന്ന വരുമാനം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന സൗജന്യ ധാന്യം അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില കുടുംബങ്ങൾക്ക് എണ്ണം കുറവാണെങ്കിൽ പുതിയ ആളോഹരി രീതി വന്നാൽ ലഭിക്കുന്ന ധാന്യത്തിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ഇതാണ് സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്ന ആശങ്കകളിലൊന്ന്. ഈ നിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെ കേരള സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകളോട് വിശദമായ വിവര ശേഖരണം നടത്താൻ നിർദ്ദേശിച്ച റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമായും എത്ര കുടുംബങ്ങളെ ബാധിക്കും, എത്ര കിലോ ധാന്യത്തിന്റെ കുറവ് സംഭവിക്കും, ഏത് ജില്ലകളിലാണ് കൂടുതൽ പ്രത്യാഘാതം, അതുപോലെ പകരം എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. അതായത് തന്നെ ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ചില സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ജൂലൈ 1 മുതൽ 35 കിലോ നിർത്തും, ഇനി എല്ലാവർക്കും 7 കിലോ മാത്രം എന്നിങ്ങനെ. എന്നാൽ നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം ഇത് ഇപ്പോഴും കരട് ഭേദഗതി ഘട്ടത്തിലാണ്. അന്തിമ തീരുമാനം വന്നിട്ടില്ല. അതായത് ഈ നിർദ്ദേശം നിയമപരമായി പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അഭ്യൂഹങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. അതുപോലെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. കേന്ദ്ര സർക്കാർ ഈ കരട് ഭേദഗതിയെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ക്ഷണിച്ചിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. കാരണം വിവിധ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളും പരിഗണിച്ച ശേഷമാണ് ഭേദഗതിയിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ളത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്തരമൊരു മാറ്റം ആദ്യമായിട്ടാണോ വരുന്നത് എന്നുള്ളത്. അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം 2017 സമാനമായ രീതിയിൽ ആളോഹരി അടിസ്ഥാനത്തിൽ ധാന്യ വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയരുന്നതിനെ തുടർന്ന് ആ നീക്കം പിന്നീട് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ വീണ്ടും സമാനമായ ചർച്ചകൾ ഉയർന്നിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം എന്താവുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.